ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവസ് 111ന്റെ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ 2026 എത്തുകയാണ്. ആ ഒരു ദിവസം വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒപ്പം ആ ഒരു ദിവസത്തെ എല്ലാ എനർജിയും ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അന്ന് 111 പോർട്ടൽ എനർജി ഡേ കൂടിയാണ്. അതായത് ജനുവരി 1, 2026 111 പോർട്ടൽ ഡേ കൂടിയാണ്. നമ്മളുടെ ഇൻറ്റൻഷൻസിനെ വളരെ ഷാർപ്പായിട്ട് യൂണിവേഴ്സിലേക്ക് പോകാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് അയക്കാൻ കഴിയുന്ന ഒരു റെയർ ടൈമിംഗ് കൂടിയാണ് അന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. എല്ലാവരും മാക്സിമം ആ ഒരു ദിവസം പ്രയോജനപ്പെടുത്തി എന്ന് ഉറപ്പ് വരുത്തണം. യൂണിവേഴ്സ് നമ്മളുടെ ആഗ്രഹങ്ങളെ കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഏറ്റവും ഓപ്പണായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഒന്നാണ് ഈ 111 പോർട്ടൽ ടൈമിംഗ്. ആ ഒരു ദിവസത്തെ 24 മണിക്കൂർ വളരെ നിർണായകമാണ്. കാരണം അന്ന് നമ്മളുടെ ചിന്തകൾ, ആ ഒരു ദിവസത്തെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഒരു സിഗ്നൽ പോലെ യൂണിവേഴ്സിലേക്ക് പോവുകയും ആ ഒരു ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ അതിനെ ഈ ഒരു എനർജി ഫ്ലോ ഉപയോഗിച്ച് എഫേർട്ട്ലെസ് ആയിട്ട് റിയൽ ആക്കി മാറ്റാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് 1 ഇൻറ്റൻഷൻ അലൈൻമെൻറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യാവുന്നത്. കാരണം 111 പോർട്ടൽ എനർജി എന്ന് പറയുന്നത് കൺഫ്യൂഷൻസിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാഗ്രഹത്തെ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടായിരിക്കും. എങ്കിലും ഇവയെ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒന്നാമതായി എഴുതുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഒന്നിലധികം ആഗ്രഹങ്ങളെ എടുക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ എനർജിയെ പല രീതിയിലേക്ക് വിടുകയും അവിടെ ഡിലേ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും 111 പോർട്ടൽ ഡേക്ക് ഒരു ഇൻറ്റൻഷനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു രീതി. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹത്തെ തിരഞ്ഞെടുക്കുക. ആ ഒരു ദിവസം നമ്മൾ അതിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജനുവരി 1, 2026 24 മണിക്കൂറിലുള്ള ഏതൊരു സമയവും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കൃത്യമായൊരു ടൈമിങ് പറയുന്നില്ല. നമുക്ക് കാമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സമയവും നമ്മൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഡീപ്ലി മാറ്റം വരണം എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം മാനിഫെസ്റ്റ് ചെയ്യാൻ ഇരിക്കുക. അതേതായാലും അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കൊരു 3-4 മിനിറ്റ് നമ്മളൊന്ന് കാമാക്കുക. നമ്മളുടെ മൈൻഡിനെ കാമാക്കി നമ്മളുടെ ആഗ്രഹം എന്താണോ, അപ്പോൾ ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് സമൃദ്ധി, ചിലർക്ക് സമാധാനമായിരിക്കാം, ചിലർക്ക് ആരോഗ്യമായിരിക്കാം, ചിലർക്ക് അവരുടെ മാരേജ് നടക്കണം എന്നായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഹീലിങ്ങോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റോ ജോലിയോ പുതിയ ബിസിനസ്സോ, ചിലപ്പോൾ കുട്ടികൾ ലഭിക്കണം എന്നായിരിക്കാം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണം. അങ്ങനെ എന്താഗ്രഹമാണെങ്കിലും അത് നമ്മളുടെ മനസ്സിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിനെ കൊണ്ടുവരിക. പല പല ആഗ്രഹങ്ങളെ കൊണ്ടുവരരുത്, ഒരൊറ്റ ആഗ്രഹത്തെ കൊണ്ടുവരിക. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് അത് ലൈഫിൽ നടന്നു കഴിഞ്ഞതായിട്ട് ഇനി ഫീൽ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻ എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. പല ആഗ്രഹങ്ങളും
നമുക്ക് പല ഇമോഷൻസിനെയാണ് ഉണ്ടാക്കുന്നത്. പല കാര്യങ്ങളും നടക്കുമ്പോഴും ഓരോ കാര്യം നടക്കുമ്പോഴും നമ്മളിലുണ്ടാകുന്ന ഇമോഷൻസ് ഡിഫറൻ്റ് ആണ്. എല്ലാം സന്തോഷം ഉണ്ടാകുന്നില്ല. ചിലത് ആശ്വാസമായിരിക്കും, ചിലത് നമുക്കൊരു സമാധാനത്തെ തരും, ചിലത് വളരെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും തരും, ചിലത് വളരെ സ്റ്റെബിലിറ്റി തരും. അങ്ങനെ പലതും. ചിലത് നമ്മളെ വളരെ ബോൾഡാക്കും, നമ്മളെ വളരെ കോൺഫിഡൻസ് ആക്കി മാറ്റും. അങ്ങനെ ഈ പലതരം ഇമോഷൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്താണോ അതിനെ ജസ്റ്റ് ഫീൽ ചെയ്യുക. ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമോഷനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. വളരെ സ്ലോലി, സോഫ്റ്റ്ലി നിങ്ങൾ ഒരു സെൻറ്റൻസ്, ഒരു വാചകം, അത് നിങ്ങളുടെ ഇമോഷനിൽ നിന്നും ഉണ്ടായതിനെ നിങ്ങൾക്കിപ്പോൾ പറയാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, 2026 ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ ഒരു അസുഖബാധിതനായിട്ട് കുറച്ച് കഷ്ടത അനുഭവിച്ച ഒരാൾ അയാളുടെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ഒരു സമാധാനത്തിൽ നിന്നുകൊണ്ട് പറയില്ലേ, ഞാനിന്ന് പൂർണ്ണ ആരോഗ്യവാനാണ്. ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് പറയാം. ഇനി ഇതേ സെൻറ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് 11 പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബുക്കിൽ എഴുതി വയ്ക്കാം. ബുക്കിൽ എഴുതുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഇല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് 11 തവണ ആവർത്തിച്ച് പറയാം. 11 തവണയും ആവർത്തിക്കുമ്പോൾ, ഇതിപ്പോൾ എഴുതുമ്പോഴാണെങ്കിലും പറയുമ്പോഴാണെങ്കിലും ഓരോ തവണ ആവർത്തിക്കുമ്പോഴും അത് നമ്മളുടെ ഇമോഷനെ ഡീപ്പൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം. കാരണം ആ ഇമോഷനാണ് ഇവിടെ പ്രാധാന്യം. എത്ര തവണ ആവർത്തിക്കുന്നതിനേക്കാളും നമ്മൾ ഫീൽ ചെയ്യുന്ന ഇമോഷനാണ് അവിടെ പ്രാധാന്യം. 11 തവണ ആവർത്തനത്തിന് ശേഷം നമുക്ക് ഇതുകൂടി പറയാം, അല്ലെങ്കിൽ എഴുതി വയ്ക്കാം. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി നൽകിയതിൽ ഞാൻ നന്ദി പറയുന്നു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഇതുകൂടി ചെയ്യാം. ഇനി നമുക്ക് വിഷ്വലൈസേഷനൊക്കെ അവസാനിപ്പിക്കാം. നമ്മളെടുത്ത എഫേർട്ടിനെയും സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇത് നമ്മൾ യൂണിവേഴ്സിലേക്ക് ലെറ്റ് ഗോ ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. ആ ഒരു ലെറ്റ് ഗോ എന്ന് പറയുന്ന പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ ഉണ്ടായ ഇമോഷൻസും വൈബ്രേഷൻസും എനർജിയും ഒക്കെ യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്രീ ആണ്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കടക്കാം. പക്ഷേ അവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വിപരീതമായിട്ട് ആ ദിവസം മുഴുവൻ നെഗറ്റീവ് ടോക്കോ, സെൽഫ് ഡൗട്ട്, കംപ്ലൈൻറ്റ്, നെഗറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വമെങ്കിലും പോകാതിരിക്കുക. ആ ഒരു അവെയർ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്നിൻ്റെ എനർജി വളരെ ക്ലിയർ ആയിട്ട് നിർത്തേണ്ടതിൻ്റെ ആവശ്യമാണ് എന്നൊരു അവെയർനെസ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം നമ്മൾ ചെയ്ത മാനിഫെസ്റ്റേഷന് വിപരീതമായി പോകും പിന്നീടുള്ള നമ്മളുടെ ഈ പ്രവർത്തികൾ. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെല്ലാവരും ജാനുവരി 1 നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ പ്രൂവൻ ആയിട്ടുള്ളൊരു ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇൻറ്റൻഷനെ സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. കാരണം ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് പോർട്ടൽ. അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരു ന്യൂ ഇയർ വളരെ ക്ലിയർ ആയിട്ട്, വളരെ വ്യക്തമായിട്ട് ആരംഭിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ റെഡിയാണെങ്കിൽ ഉറപ്പായും പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസിനെ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.